കേരളത്തിൽ മദ്യ ഉൽപ്പാദനം വൻ ഭീഷണിയിൽ. സ്പിരിറ്റ് ഉൽപ്പാദനം നാമാവിശേഷമാകുന്നു. സർക്കാർ സ്ഥാപനങ്ങൾ സ്തംഭിച്ചു. സംസ്ഥാനത്ത് ഒരു കാലത്ത് 28ഓളം ഡിസ്റ്റിലറികളും 4 ബിയർ യൂണിറ്റും പ്രവർത്തിച്ചിരുന്നു. ഇതിൽ 11ഓളം ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് ഉൽപ്പാദനം 12,000 ലിറ്റർ പെർ ഡേ പാലക്കാട് സഹകരണ സ്ഥാപനമായ ചിക്കോപ്സിലായിരുന്നു. മറ്റുള്ള യൂണിറ്റുകളിൽ പ്രതിദിനം 4,000-ൽ താഴെയാണ് സ്പിരിറ്റ് ഉൽപ്പാദനം. ചാലക്കുടിയിലെ പോൾസൺ മുതൽ ചേർത്തലയിലെ മക്ഡവൽ അടക്കം വരുന്ന ഡിസ്റ്റിലറികൾ ഷുഗർ ഫാക്ടറിയിലെ ഉപ ഉൽപ്പന്നമായ മൊളാസസ് ഉപയോഗിച്ചും മക്ഡവൽ ശർക്കര ഉപയോഗിച്ചും തൃശ്ശൂരിലെ പാമ്പാടി സൂപ്പർ സ്റ്റാർ കപ്പ ഉപയോഗിച്ചും സ്പിരിറ്റ് ഉൽപ്പാദനം നടത്തിയെങ്കിലും നഷ്ടത്തിൽ പ്രവർത്തിച്ച ഫാക്ടറി നിർത്തലാക്കേണ്ടി വന്നു. പക്ഷേ മൊളാസസിലേക്ക് മാറ്റിക്കിട്ടാൻ സൂപ്പർ സ്റ്റാർ ശ്രമിച്ചുവെങ്കിലും സർക്കാർ അനുമതി നൽകാതെ സൂപ്പർ സ്റ്റാർ നിലയ്ക്കുകയായിരുന്നു. ക്രമേണ സർക്കാർ സ്ഥാപനമായ ട്രാവൻകൂർ ഷുഗേഴ്സ് അടക്കം എല്ലാ സ്പിരിറ്റ് ഉൽപ്പാദന യൂണിറ്റുകളും റോ മെറ്റീരിയൽ ലഭ്യമില്ലാതെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ചിറ്റൂർ ഷുഗേഴ്സിൻ്റെ ചിക്കോപ്സ് മാത്രം സ്വന്തം മൊളാസസ് ഉപയോഗിച്ച് സ്പിരിറ്റും VNAയും ഉൽപ്പാദിച്ചു വന്ന് മറ്റു സ്വകാര്യ മദ്യ യൂണിറ്റുകൾക്ക് വിദേശ മദ്യ ഉൽപ്പാദനത്തിന് വേണ്ടുന്ന ENAയും നൽകി വന്നിരുന്നു. 1996 ചാരായ നിരോധനത്തെ തുടർന്ന് സർക്കാർ സ്ഥാപനമായ ചിക്കോപ്സും നഷ്ടത്തിലായി. നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ വിദേശ മദ്യ ഉൽപ്പാദനം തുടങ്ങി. സ്ഥാപനത്തെ രക്ഷിക്കാനുള്ള പദ്ധതികൾ അന്നത്തെ ചെയർമാനായിരുന്ന PK ഗോപാലൻ നടപടി ആരംഭിച്ചു. എങ്കിലും പിന്നീട് വന്ന ഇടതു സർക്കാർ അതെല്ലാം ഉപേക്ഷിച്ച് 6 സ്വകാര്യ മദ്യ കമ്പനികൾക്കും മദ്യ ഉൽപ്പാദനത്തിനുള്ള 2 ബിയർ യൂണിറ്റിനും അനുമതി നൽകുകയായിരുന്നു 1996 ഇടതു സർക്കാർ. ഇപ്പോൾ കേരളത്തിൽ വിദേശ മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായി ENA അയൽ സംസ്ഥാനങ്ങളിലെ ഷുഗർ ഫാക്ടറികളിലെ അനുബന്ധ ഡിസ്റ്റിലറികളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കേവലം 12 ബോട്ട്ലിംഗ് യൂണിറ്റിൽ മാത്രമായിട്ടാണ് വിദേശ ഉൽപ്പാദനം നടത്തുന്നത്. അത് തിരുവല്ലയിലെ സർക്കാർ സ്ഥാപനമായ ട്രാവൻകൂർ ഡിസ്റ്റിലറിയിൽ പേരിന് മാത്രം ജവാൻ റബ്ബർ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നു. കരിമ്പ് ലഭ്യമാക്കാൻ കഴിവുള്ള സംസ്ഥാനങ്ങളിലെ ഷുഗർ ഫാക്ടറികളുടെ അനുബന്ധ ഡിസ്റ്റിലറികൾക്ക് മാത്രമേ മേലാൽ ലാഭത്തിൽ പ്രവർത്തിക്കാനാവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ഷുഗർ ഫാക്ടറികൾ മഹാരാഷ്ട്ര, UP എന്നീ സ്റ്റേറ്റുകളിലാണ്. പഞ്ചസാര ഉൽപ്പാദനത്തിലെ കുത്തക അവർക്കുള്ളതാണ്. തമിഴ്നാട് അടക്കം ചില സംസ്ഥാനങ്ങളിലും ഷുഗർ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള എണ്ണയാണ് കേരളത്തിലെ വിദേശ മദ്യ യൂണിറ്റുകൾക്ക് വിൽപ്പന നടത്തി വരുന്നത്. കേരളത്തിലെ വിദേശ മദ്യ യൂണിറ്റുകളും ബിയർ കമ്പനികളും നിലനിന്നു പോകണമെങ്കിലും സർക്കാരിന് വരുമാനം കൂട്ടാനും കുറ്റമറ്റ മദ്യനയം നടപ്പാക്കണമെന്നും സർക്കാർ മദ്യനയത്തിൽ അടിമുടി മാറ്റത്തിന് തയ്യാറാകണം. ഇടുങ്ങിയ നിലപാട് മാറ്റി നല്ല മദ്യനയം നടപ്പിലാക്കണമെന്നും പറയുന്നു. വിശ്വസിക്കാനാവുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥ മേധാവി സംഘത്തെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അയച്ച് വിദഗ്ധ പഠനം നടത്തി സർക്കാരിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തി സ്വാർത്ഥ താൽപര്യങ്ങൾ വെടിഞ്ഞ് സംസ്ഥാനത്തിന്റെ ഉന്നമനത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദവും മദ്യ വ്യവസായികൾക്കും ബാർ ഉടമകൾക്കും നന്മയുള്ള രീതിയിലേക്ക് നയമാറ്റം ചെയ്യണമെന്നും കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിലെ വ്യാവസായിക ആശുപത്രികൾ അടക്കം വരുന്ന മേഖലകൾക്ക് ചിക്കോപ്സിൽ നിന്നും ട്രാവൻകൂർ ഷുഗേഴ്സിൽ നിന്നുമാണ് ഡിനിച്ചേർഡ് സ്പിരിറ്റ് DS, മെത്തലേറ്റഡ് സ്പിരിറ്റ് MS നൽകി വന്നിരുന്നത്. ഇപ്പോൾ കേരളത്തിന് ആവശ്യമായ DS-ഉം MS-ഉം അയൽ സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്നു. കേരളത്തിന് ആവശ്യമായ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ നിർമ്മിക്കാൻ 1996 ശിവദാസ് മേനോൻ എക്സൈസ് മന്ത്രി തമിഴ്നാട്ടുകാരനായ ഒരു വ്യക്തിക്ക് സൺ കെമിക്കൽസ് കമ്പനിക്ക് അനുമതി നൽകി. ഫാക്ടറിക്കുള്ള സ്ഥലം മീനാക്ഷിപുരത്തായിരുന്നു. എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി പെരുമാട്ടി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയപ്പോൾ ഗ്രൗണ്ട് വാട്ടർ പ്രശ്നം പറഞ്ഞ് അപേക്ഷ നിരസിക്കുകയായിരുന്നു. അതിനുശേഷം കമ്പനി ഉടമ പുതുശ്ശേരി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങി എക്സൈസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പഞ്ചായത്ത് അനുമതിയും വാങ്ങിയ ശേഷം സർക്കാരിനെ അനുമതിക്കായി അന്നത്തെ എക്സൈസ് മന്ത്രി ശ്രീ ഗുരുദാസിനെയും ടാക്സ് സെക്രട്ടറി മാരപാണ്ഡ്യൻ IAS-നെയും കണ്ട് സംസാരിച്ചുവെങ്കിലും 1999 സമിതി തീരുമാനം ഉയർത്തിക്കാട്ടി സൺ കെമിക്കൽസ് കമ്പനിക്ക് അനുമതി നിഷേധിച്ചു.
ഇതിനായി കമ്പനിക്ക് ഭീമമായ തുകയാണ് നഷ്ടമായത്. അതിനുശേഷം MP ഗ്രൂപ്പിന് മേനോൻപാറയിലും അപ്പോളോ ബ്രൂവറിക്കും ഇപ്പോൾ OASISനും അനുമതി നൽകാൻ സർക്കാർ വെമ്പൽ കൊള്ളുന്നത് എന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തിനും പാവപ്പെട്ട മദ്യപ്രേമികൾക്കും ഗുണമുണ്ടാകുന്ന നിലപാടുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. തമിഴ്നാട്, കർണാടകയിൽ അടക്കം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന മദ്യനയത്തിനെതിരെ ഒരു പരാതിയും കാര്യമായി ഉണ്ടായിട്ടില്ല. അതേ നയം കേരളത്തിലെ മദ്യനയത്തിനെതിരെ നിരന്തരമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണെന്നും മദ്യപന്മാർ ചൂണ്ടിക്കാട്ടുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യ ഇടപാടുമായി അഴിമതി ആരോപണങ്ങൾ നേരിടുന്നതും ജനങ്ങൾ കാണുന്നതാണെന്നും അവർ വിശ്വസിക്കുന്നു. കേരളത്തിലെ മദ്യനയം വൻ പരാജയമെന്ന് വിദഗ്ധർ പൊളിച്ചെഴുത്ത അനിവാര്യം. കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ കാലാകാലമായി സ്വീകരിച്ചു വരുന്ന മദ്യനയം കാലഹരണപ്പെട്ടതാണ്, ഒരിക്കലും ജയിക്കാനാവില്ല. അതേസമയം അയൽ സംസ്ഥാനങ്ങൾ സർക്കാരുകൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് സർക്കാരിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മദ്യ വ്യാവസായികളെയും സംരക്ഷിച്ചു വരുന്ന നിലപാട് സ്വീകരിച്ച് കയ്യടി വാങ്ങുന്നു. കുറ്റമറ്റ മദ്യനയം അവലംബിച്ചു വരുന്നതിൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. കേരളത്തിലെ മദ്യനയം സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഒരു പ്രയോജനവുമില്ല. പ്രധാനമായി ഊന്നൽ നൽകുന്നത് പാർട്ടി വളർത്താനും ബാറുകാരെ മദ്യക്കമ്പനികളെയും സഹായിക്കാനാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വിധി മാറ്റിമറിക്കും. റോഡുകളുടെ ഘടനകൾ മാറ്റും. NH സ്റ്റേറ്റ് ഹൈവേ ആക്കും. ബാറുകാരെ സഹായിക്കാവുന്നതായി വ്യാപക പരാതികൾ ഉയർന്നതാണ്. ഭരണകക്ഷികളുടെ ഏകപക്ഷീയ നിലപാടുകൾ നടപ്പിലാക്കുന്നു. വിലപ്പെട്ട നിർദ്ദേശങ്ങളും സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന IPS IAS ഉദ്യോഗസ്ഥരെ നോക്കുകുത്തുകളാക്കിയാണ് ഭരണകക്ഷി തലതിരിഞ്ഞ മദ്യനയം നടപ്പിലാക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അറിയാവുന്ന പണി അടിക്കടി മദ്യത്തിന് വില കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുക. ക്രമേണ ഈ നില തുടർന്നാൽ അയൽ സംസ്ഥാനങ്ങളിലെ മദ്യവിലയേക്കാൾ എത്രയോ മടങ്ങ് മാറ്റം ഉണ്ടാകും. മദ്യപന്മാർ മാഹിയെ ആശ്രയിക്കുന്നത് പോലെ അയൽ സംസ്ഥാനങ്ങളെയും ആശ്രയിക്കാൻ തയ്യാറാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെയുള്ള മദ്യവിൽപ്പന ഇല്ലാത്തതിനാൽ മദ്യ യൂണിറ്റുകൾക്ക് നിലവിലുള്ള കപ്പാസിറ്റി ഉപയോഗപ്പെടുത്താനാവുന്നില്ല. ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരുന്നതിനാൽ കനത്ത നഷ്ടം വരുന്നതിനാൽ 12 യൂണിറ്റുകൾ ഭാഗികമായാണ് മദ്യനിർമ്മാണം നടത്തുന്നതെന്ന് മദ്യക്കമ്പനികൾ പരാതിപ്പെടുന്നു. ആ ന്യായവാദം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പുതിയ കമ്പനികൾക്ക് ചൂട്ടുപിടിക്കുന്നതെന്നും കർഷകർ ആരോപിക്കുന്നു. മദ്യവിൽപ്പന വർദ്ധിക്കണമെങ്കിൽ നയമാറ്റം വേണം. അതിന് സർക്കാരുകൾ നല്ല മനസ്സുണ്ടാകണം. മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ സർക്കാർ മദ്യഷോപ്പുകൾ കൂട്ടണം. ബാറുകൾക്ക് നിയന്ത്രണം വരുത്തി കുറയ്ക്കണം. അയൽ സംസ്ഥാനങ്ങളെപ്പോലെ മദ്യഷോപ്പുകളിൽ മദ്യം കഴിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. മദ്യപന്മാരെ ദ്രോഹിക്കാതിരിക്കണം. നേരത്തെ ഈ സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നത് ബാറുകാരെ സഹായിക്കാൻ കരാറും രഹസ്യധാരണയും ഉണ്ടാക്കിയെന്നും ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ മദ്യ വിഷയം പെരുപ്പിച്ച് താഴെ ഇറക്കുമ്പോൾ ബാറുകാരുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്നും മദ്യപന്മാർ ആരോപിക്കുന്നു. ആ കരാറിൻ്റെ പേരിലാണ് ഈ മദ്യനയമെന്നും മദ്യപന്മാർ ആരോപിക്കുന്നു. കാലഹരണപ്പെട്ട മദ്യനയം ഇടുങ്ങിയ ചിന്തയും ഉപേക്ഷിച്ച് സംസ്ഥാനത്തിനും ജനങ്ങൾക്കും പ്രയോജനകരമായ മദ്യനയം സ്വീകരിച്ച് വിജയം കാണാൻ തയ്യാറാകണമെന്നും കേരള ജനത ആഗ്രഹിക്കുന്നു. അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പുതിയ മദ്യക്കമ്പനികൾക്ക് മലമ്പുഴ വെള്ളമെടുക്കുന്നത് സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമെന്ന് നെൽകർഷകർ. കഞ്ചിക്കോട് മദ്യനിർമ്മാണ കമ്പനികൾക്കായി മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകുമെന്ന സർക്കാരിൻ്റെ തീരുമാനം ഹൈക്കോടതിയെ വെല്ലുവിളിച്ചാണെന്ന് കർഷകർ ആരോപിക്കുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളവും കൃഷി ആവശ്യവും കഴിഞ്ഞ ശേഷമേ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്ന 2018 ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 2018 മലമ്പുഴയിൽ നിന്ന് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കിംപ്രയിലെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് നൽകാൻ സർക്കാർ ധാരണയുണ്ടാക്കിയിരുന്നു. 13 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിച്ച് വെള്ളമെടുക്കാൻ പ്രാരംഭ നടപടികൾ തുടങ്ങിയതും ഇതിനെതിരെയാണ് കർഷകനായ ശിവരാജൻ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. മലമ്പുഴ ഡാം കമ്മീഷൻ ചെയ്തത് തന്നെ കാർഷിക ആവശ്യങ്ങൾക്കാണ്. മലമ്പുഴ വെള്ളം ഉപയോഗിച്ച് 22,000 ഹെക്ടർ സ്ഥലത്ത് ആയിരക്കണക്കിന് കർഷകർക്കാണ്
നെൽകൃഷി ചെയ്യാൻ സൗകര്യമായി മലമ്പുഴ വെള്ളം ഉപയോഗിച്ചു വന്നത്. ഈ സാഹചര്യത്തിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം നൽകണമെന്ന സർക്കാരിൻ്റെ മലക്കം പറിച്ചിൽ കോടതി അലക്ഷ്യമാകും. എലപ്പുള്ളിയിൽ മധ്യ യൂണിറ്റ് മലമ്പുഴ വെള്ളം നൽകാമെന്നുള്ള തീരുമാനം കർഷകരെയും നെൽകർഷകരെയും വെല്ലുവിളിച്ചാണെന്നും കർഷകർ ആരോപിച്ചു. 226 ദശലക്ഷം ഘനമീറ്ററാണ് മലമ്പുഴയിൽ 226 mm³ മലമ്പുഴ ഡാമിൻ്റെ സംഭരണശേഷി. ഇതിൽ മാസത്തിൽ ദശലക്ഷം ഘനമീറ്റർ ജലം നിലവിൽ ശുദ്ധജല വിതരണത്തിന് ആവശ്യമാണ്. പാലക്കാട് നഗരസഭയിലേക്ക് 6 പഞ്ചായത്തുകളുമായി 30 ലക്ഷം പേർക്കുള്ള കുടിവെള്ളം മലമ്പുഴ ഡാമിൽ നിന്നാണ് വിതരണം ചെയ്തു വരുന്നത്. ദിനംതോറും 70 മുതൽ 75 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ശുദ്ധജല പമ്പിങ്ങിന് ആവശ്യം. വേനൽ കൂടുന്ന മാസങ്ങളിൽ ഭാരതപ്പുഴയിലെ ശുദ്ധജല വിതരണം ഉറപ്പാക്കാൻ 10 മുതൽ 12 വരെ ദശലക്ഷം ഘനമീറ്റർ വരെ വെള്ളം കരുതൽ ഉണ്ടാവണം. ജില്ലയിൽ 18,000 മുതൽ 20,000 ഹെക്ടർ സ്ഥലത്തെ രണ്ടാം വിള കൃഷി പൂർണ്ണമായും മലമ്പുഴ വെള്ളത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. നവംബർ മുതൽ മാർച്ച് വരെ വെള്ളം നൽകാനും കുടിജലത്തിനും ഡാമിലെ കരുതൽ ശേഖരത്തിൽ ഉണ്ടാകേണ്ടതാണ്. 12 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കുന്നത്. കിംഫ്രയിലും മറ്റുമായി വെള്ളം സംഭരിക്കാനാവില്ല. ഈ അവസ്ഥയിൽ പുതിയ പ്ലാന്റിനും മറ്റും ജലം മലമ്പുഴയിൽ നിന്ന് നൽകണമെന്ന് പകൽ കിലാവാണെന്നും എലപ്പുള്ളിയിലെ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മേനോൻപാറയിലെ സർക്കാർ സ്ഥാപനത്തെ പൂട്ടിയിട്ട് കഞ്ചിക്കോട് നേരത്തെ നൽകിയ MP ബ്രൂവറിയും ഡിസ്റ്റിലറിയും വൻ ലാഭത്തിന് വിറ്റു കാശാക്കിയെന്ന് അറിഞ്ഞിട്ടും വീണ്ടും MP-ക്കും OASIS-നും അനുമതി നൽകാൻ തയ്യാറായത് എന്തടിസ്ഥാനത്തിലാണെന്നും കർഷകർ ചോദിക്കുന്നു.